CV അനുമോദ്. നടുറോഡിലെ തർക്കത്തിൽ ഡ്രൈവർ യദുകൃഷ്ണന്റെ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. വിവാദത്തിനിടയാക്കിയ സാഹചര്യം ഇന്നലെ കന്റോൺമെന്റ് പോലീസിനോട് യദു വിശദീകരിച്ചിരുന്നു. അതേസമയം ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കണ്ടെത്താനാകാതെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ആകില്ലെന്ന നിലപാടിലാണ് പോലീസ്. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് MLAയുടെയും മൊഴിയെടുക്കുന്നതിൽ തീരുമാനമായോ? എപ്പോഴാകും? വൈകാതെ തന്നെ ഈ നടപടികളിലേക്ക് കന്റോൺമെന്റ് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് സൂചന. അതിന്റെ ആദ്യ പടി എന്നുള്ളതാണ് പരാതിക്കാരനായ യദുകൃഷ്ണന്റെ മൊഴി വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെയും സർക്കിൾ ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിലാണ് യദുകൃഷ്ണനിൽ നിന്ന് ഈ വിവാദത്തിന് ഇടയാക്കിയ സാഹചര്യം വിശദമായി തന്നെ പോലീസ് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനുശേഷം ആരോപണ വിധേയരായ മേയർ ആര്യ രാജേന്ദ്രൻ, MLAയും ഭർത്താവുമായ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ബസ്സിലെ അതേ ദിവസം യാത്ര ചെയ്ത ആളുകളുടെ സാക്ഷിമൊഴികൾ അടക്കം രേഖപ്പെടുത്തേണ്ട നടപടികൾ പോലീസിന് ബാക്കിയുണ്ട്. അതോടൊപ്പമാണ് ബസ്സിലെ കണ്ടക്ടർ, അതോടൊപ്പം തന്നെ കാണാതായ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു അന്വേഷണം. DVRൽ നിന്ന് കാണാതായ മെമ്മറി കാർഡ് ബോധപൂർവം നശിപ്പിച്ചതാണ് എന്നൊരു വിലയിരുത്തലാണ് പോലീസുള്ളത്. അതിൽ സച്ചിൻ ദേവിന് പങ്കുണ്ട് എന്ന തരത്തിലാണ് FIRലെ പരാമർശം. അതുകൊണ്ട് തന്നെ അത്തരമൊരു കണ്ടെത്തൽ സച്ചിൻ ദേവിനെതിരെ വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് ഗുരുതരമായ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും വഴിമാറുക. സമാനമായ തരത്തിൽ KSRTC ഇന്റേണൽ മാനേജ്മെന്റിന്റെ എൻക്വയറി യദുവിനെതിരെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് യദുകൃഷ്ണന്റെ പരാതിയിന്മേൽ മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് MLAയുടെയും ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം പോലീസ് നടത്തുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.